നമസ്കാരം. പ്രധാന വാർത്തകൾ. ലാവ്ലിൻ കേസുള്ളിടത്തോളം ബിജെപിക്കും ആർഎസ്എസിനും എതിരെ ശബ്ദിക്കാൻ സിപിഎമ്മിന് കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. കേരളത്തെ ബാധിക്കാത്ത എൻആർസിയുടെ പേരിൽ അനാവശ്യ ഭീതി സൃഷ്ടിക്കാനാണ് സിപിഎമ്മും ഡിവൈഎഫ്ഐയും ശ്രമിക്കുന്നതെന്നും മരക്കാർ മാരായമംഗലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇലക്ഷൻ സ്ക്വാഡുകളുടെ പരിശോധന തുടങ്ങി. പട്ടാമ്പി മണ്ഡലത്തിൽ 5 ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന. മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി പിരിവിൽ വ്യാപക പ്രതിഷേധം. കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ ഡിമാൻഡ് നോട്ടീസ് ചട്ടവിരുദ്ധമാണെന്നും അടച്ച നികുതി തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് കെട്ടിട ഉടമകൾ നഗരസഭയ്ക്ക് അപ്പീൽ നൽകി. കാഴ്ചവിരുന്നായി കീഴൂർ കാളിക്കാവ് പൂരം. ഇരുദേശങ്ങളിൽ നിന്നായി 24ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെ എത്തിയ പകൽപൂരം കാഴ്ചവട്ടങ്ങളുടെ വിസ്മയ കാഴ്ചയായി. വിശദമായ വാർത്തകളിലേക്ക്. ലാവ്ലിൻ കേസുള്ളിടത്തോളം ബിജെപിക്കും ആർഎസ്എസിനും എതിരെ ശബ്ദിക്കാൻ സിപിഎമ്മിന് കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. യുഡിഎഫ് നെല്ലായ പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ബാധിക്കാത്ത എൻആർസിയുടെ പേരിൽ അനാവശ്യ ഭീതി സൃഷ്ടിക്കാനാണ് സിപിഎമ്മും ഡിവൈഎഫ്ഐയും ശ്രമിക്കുന്നതെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും പോയി, പക്ഷെ നിങ്ങൾ പോകാത്തതിൽ ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വാല് ഒരു അമ്മയുടെ ചുവട്ടിലാണ്. ആ അമ്മി ഭാരതീയ ജനതാ പാർട്ടിയുടെ കനമുള്ള അമ്മിയാണ്. ആ അമ്മയുടെ ചുവട്ടിൽ നിന്ന് നിങ്ങളുടെ വാല് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ലാവ്ലിൻ കേസുള്ള കാലത്തോളം, മകളുടെ കേസുള്ള കാലത്തോളം, മറ്റു പ്രശ്നങ്ങളുള്ള കാലത്തോളം നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, ആർഎസ്എസിനെതിരെ വട്ടത്തിലുള്ള കേരളത്തിൽ ഭീമു പറയുക എന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ചുക്കും ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ അവസാനമായി പറയുന്ന ഒരു രാഷ്ട്രീയ കാര്യമുണ്ട്, എൻആർസി. ആ എൻആർസിയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇറച്ചിയും പൂളയും വിതരണം ചെയ്യുകയാണ്. ആരാണ് തടയാനുള്ളത് എന്ന് ഡിവൈഎഫ്ഐ ചോദിച്ചു. എവിടെയാണ് ചോദിക്കുന്നത്? മാധവ് റോട്ടിൽ പോത്തിന്റെ കാല് കെട്ടിത്തൂക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ വിട്ട് ആരുടായത് കെട്ടിത്തൂക്കിയത് എന്ന് ചോദിക്കാൻ കേരളത്തിൽ ഒരു ശക്തിയും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ആ കേരളത്തിലാണ്, യാതൊരു വെല്ലുവിളിയും ഇല്ലാത്ത കേരളത്തിലാണ് ബീഫ് വരക്കുന്നതിന്, ബീഫ് വിൽക്കുന്നതിന്, ബീഫ് കന്നുകാലികളെ അറക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത കേരളത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഡിവൈഎഫ്ഐ ഈ ബീഫ് പറഞ്ഞുകൊണ്ട് ഈ ഇറച്ചി വരട്ടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തു. കെപിസിസി സെക്രട്ടറി സി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മേലാടയിൽ വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. മൂസ പേങ്ങാട്രി, പി അൻവർ സാദത്ത്, അബ്ദുറഹ്മാൻ ചളവറ, എം വീരാൻ ഹാജി, ഷെബീർ നീരാണി, കീഴ്ശ്ശേരി രായിൻ, ടി.എച്ച്. ഫിറോസ് ബാബു, ഹംസത്ത് മാടാല, കെ.പി. മുഹമ്മദ് കുട്ടി, രാമകൃഷ്ണൻ, വി.കെ. ദിവാകരൻ, കെ. രാജീവ് എന്നിവർ സംസാരിച്ചു. ലോക്സഭ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇലക്ഷൻ സ്ക്വാഡുകളുടെ പരിശോധന തുടങ്ങി. പട്ടാമ്പി മണ്ഡലത്തിൽ 5 ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന. ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെയാണ് ജില്ലയിൽ പരിശോധന സ്ക്വാഡുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 5 ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ പരിശോധന തുടങ്ങി. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ, ബാനറുകൾ, നോട്ടീസുകൾ ഉൾപ്പെടെയുള്ളവ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യും. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. സിവിജിൽ ആപ്പ് വഴിയും പരാതികൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. കൂടാതെ രേഖകളിൽപ്പെടാതെ പണം കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. സംശയം തോന്നുന്ന വാഹനങ്ങൾ സ്ക്വാഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. 50,000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ യാത്രകളിൽ സൂക്ഷിക്കണം. സ്ക്വാഡിന്റെ പരിശോധനാ സമയത്ത് ആവശ്യപ്പെടുന്ന പക്ഷം രേഖകൾ ഹാജരാക്കണം. പൊതുജനങ്ങൾക്ക് നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും ഇതോടൊപ്പം നടത്തുമെന്ന് പട്ടാമ്പിയിലെ ഫ്ലൈയിംഗ് സ്ക്വാഡിന് നേതൃത്വം നൽകുന്ന സാജിദ് പറഞ്ഞു. നമ്മൾ ഈ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച ബാനറുകൾ, ഫ്ലക്സുകൾ, ഇലക്ഷൻ്റെ പ്രചരണമായിട്ട് സ്ഥാപിച്ച എല്ലാതും റിമൂവ് ചെയ്യലും, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ സിവിജിൽ എന്നുള്ള ആപ്പ് മുഖേന കൊടുക്കുന്ന പരാതികൾ അപ്പോൾ തന്നെ എത്തി പരാതി പരിഹരിക്കലും അത് ക്ലിയർ ചെയ്യലും ആണ് സ്ക്വാഡ് ചുമതല. അതിൻ്റെ പുറമെ കുറേ ചുമതലകളുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്, BBs കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ
നടപടികൾ അവിടെ സ്വീകരിക്കുന്നതാണ്. അതേപോലെ വാഹനങ്ങൾ പരിശോധന പ്രധാനമാണ്. കൂടാതെ ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടിയാണ് ഫ്ലൈയിങ് സ്ക്വാഡ് പട്ടാമ്പിയിൽ 2 സ്ക്വാഡാണ് ഒരേ സമയം ഇറങ്ങുന്നത്. ക്യാഷ് വരുന്നതിൽ ക്യാഷോ അങ്ങനെ അതേപോലെ ഫ്രീ പീസ് കൊടുക്കുന്നതിന് മറ്റെന്തെങ്കിലും മദ്യം ഉൾപ്പെടെയുള്ള മറ്റ് സബ്സ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് നടപടികൾ സ്വീകരിക്കുന്നു. ഓരോ സമയം 2 സ്ക്വാഡുകൾ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി കുടിശ്ശിക പിരിവിൽ വ്യാപക പ്രതിഷേധവും ആശങ്കയും. കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ ഡിമാൻഡ് നോട്ടീസ് ചട്ടവിരുദ്ധമാണെന്ന് ആക്ഷേപം. അടച്ച നികുതി തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെട്ടിടം ഉടമകൾ നഗരസഭയ്ക്ക് അപ്പീൽ നൽകി. പഴയ കുടിശ്ശിക പിരിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണമെന്ന സർക്കാർ ഉത്തരവ് മറികടന്നാണ് നികുതി പിരിവ്. മണ്ണാർക്കാട് നഗരസഭ നിലവിൽ വന്ന 2016 മുതലുള്ള കാലയളവിലെ കുടിശ്ശികയും പരിഷ്കരിച്ച നികുതിയും മാർച്ച് 31 മുൻപ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ കെട്ടിടം ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. നികുതി പിരിക്കാനായി വാർഡുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകളും നഗരസഭ നടത്തുന്നുണ്ട്. നേരത്തെ ചെറിയ തുക നികുതി അടച്ചിരുന്നവർ നിലവിലെ ഡിമാൻഡ് നോട്ടീസ് അനുസരിച്ച് ആയിരങ്ങൾ അടയ്ക്കേണ്ട സ്ഥിതിയാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലക്ഷങ്ങൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത്. ഈ മാസം 31 മുമ്പ് അടച്ചില്ലെങ്കിൽ പിഴ പലിശയും കൂടി വരുമെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട്. എന്നാൽ നിലവിൽ നഗരസഭ നൽകിയ ഡിമാൻഡ് നോട്ടീസ് സാധുതയില്ലാത്തതാണെന്നും അടച്ച തുക തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് നഗരസഭാ സെക്രട്ടറിക്ക് അപ്പീൽ നൽകുന്നത്. 2016 നടപടിക്രമങ്ങൾ പാലിച്ച് നികുതി പരിഷ്കരണം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ നഗരസഭ 2016 മുതലുള്ള നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുന്നതിന് സാധുതയില്ലെന്നാണ് കെട്ടിടമുടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. നികുതി പരിഷ്കരണത്തിന്റെ ഭാഗമായി 2019 പുറപ്പെടുവിക്കേണ്ട അന്തിമ വിജ്ഞാപനം 2023 നഗരസഭ പുറപ്പെടുവിച്ചത്. ഇത് നഗരസഭയുടെ വീഴ്ചയാണെന്നും 4 വർഷത്തിൽ കൂടുതൽ നികുതി ഒന്നിച്ചു പിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കെട്ടിട ഉടമകൾ നൽകിയ അപ്പീലിൽ പറയുന്നു. പല കാരണങ്ങളാൽ 2016 നികുതി പരിഷ്കരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ 2016 മുതൽ 2020 വരെയുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചെങ്കിലും ഈ തീരുമാനത്തിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. 4 വർഷത്തെ നികുതി കുടിശ്ശിക ഒഴിവാക്കണമെന്ന തീരുമാനം നടപ്പാക്കുന്നത് നിർത്തിവെക്കാൻ മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി വ്യക്തമായ അഭിപ്രായ സഹിതം റിപ്പോർട്ട് സമർപ്പിക്കാൻ LSTD പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് 8 വർഷത്തെ കുടിശ്ശിക പിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് നൽകുന്നതിന് ആവശ്യമായ വിവരങ്ങൾ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് മണ്ണാർക്കാട് നഗരസഭ നൽകിയിട്ടില്ലെന്ന കത്തും വിവരാവകാശ രേഖ വഴി ലഭിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിൽ 8 വർഷത്തെ നികുതി കുടിശ്ശിക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പോലും പാലിക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2023-24 വർഷത്തെ നികുതി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നഗരസഭ അത് വകവയ്ക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. 2016 മുതൽ 2024 വരെയുള്ള പരിഷ്കരിച്ച നികുതിയും കുടിശ്ശികയും അടയ്ക്കാനാണ് നഗരസഭ ഡിമാൻഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് വീടുകൾക്ക് ആയിരങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലക്ഷങ്ങളുമാണ് അടയ്ക്കേണ്ടത്. പലരും ഇത് അടയ്ക്കാൻ നിർവാഹമില്ലാത്തവരാണ്. നഗരസഭയോട് എല്ലാ തരത്തിലും സഹകരിക്കുന്നവരാണ് കെട്ടിടം ഉടമകൾ. നികുതി കുടിശ്ശിക പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ നഗരസഭയുമായി പലതവണ ചർച്ച നടത്തിയതാണ്. ഫലമുണ്ടാകാത്തതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2016 നികുതി പരിഷ്കാരത്തിന്റെ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് നഗരസഭയാണ്. നഗരസഭ കാലാകാലങ്ങളിൽ നിശ്ചയിച്ച നികുതി അടച്ചു വരുന്നവരാണ് കെട്ടിടം ഉടമകൾ. നഗരസഭയ്ക്ക് പറ്റിയ വീഴ്ച നികുതിദായകരുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. 4 വർഷത്തിൽ കൂടുതൽ നികുതി ഒന്നിച്ചു വാങ്ങരുതെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് നികുതി അടയ്ക്കാൻ കെട്ടിട ഉടമകൾ തയ്യാറാണ്. എന്നാൽ നാടിന്റെ വികസനത്തിന് ഒപ്പം നിൽക്കുന്ന കെട്ടിടം ഉടമകളെ ശത്രുക്കളായാണ് നഗരസഭ കാണുന്നതെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും അവർ നിർദ്ദേശിക്കുന്ന ഡിമാൻഡ് നോട്ടീസിൽ പറഞ്ഞ സംഖ്യ മുഴുവനും അടച്ച് രസീത് വാങ്ങുന്നവരാണ് ഞങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, 2023-2024 കാലഘട്ടങ്ങളിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡിമാൻഡ് നോട്ടീസിൽ 2016 മുതൽ ഇങ്ങോട്ട് 2024 വരെയുള്ള 8 വർഷത്തെ അധിക
നികുതിയും പലിശയും ഉൾപ്പെടെ അടത്ത സംഖ്യകൾ പോലും ശരിയായി തീർക്കാതെ ഒരുപാട് അപാകതയോടുകൂടി വലിയ സംഖ്യയുടെ ഡിമാൻഡ് നോട്ടീസ് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. കെട്ടിട ഉടമസ്ഥന്മാരും വീട് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഈ നോട്ടീസ് മുഖാന്തരം ഇവരുടെ ആവശ്യപ്രകാരം ഞങ്ങൾ നേരിട്ടുള്ളത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വണ്ണം ഒരു അനീതിയാണ് ഈ വർദ്ധിച്ച വലിയ തോതിലുള്ള സംഖ്യ എന്ന് ഞങ്ങൾ കരുതുകയും. അസോസിയേഷൻ രക്ഷാധികാരി ടി.കെ. അബൂബക്കർ ബാവി, സെക്രട്ടറി റീഗൽ മുസ്തഫ, ട്രഷറർ പി.ടി. ഷെരീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തില്ലെന്ന ആരോപണം. മാസ്റ്റർ റോളിൽ നിന്ന് പേര് ഒഴിവാക്കിയെന്ന പരാതിയുമായി തൊഴിലാളികൾ പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തിലെ വേങ്ങശ്ശേരി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മാസ്റ്റർ റോളിൽ നിന്ന് പേരൊഴിവാക്കിയെന്ന പരാതിയുമായി എത്തിയത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തിയായിരുന്നു പ്രതിഷേധം. 60 തൊഴിലാളികൾ ഉള്ളതിൽ 20ഓളം പേരുടെ പേരുകൾ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസമാണ് LDF അമ്പലപ്പാറ ലോക്കൽ കൺവെൻഷൻ നടന്നത്. ഇതിൽ വേങ്ങശ്ശേരിയിൽ നിന്നുള്ള 60 തൊഴിലാളികളിൽ ചിലർ മാത്രമാണ് പങ്കെടുത്തത്. മറ്റു ചിലർ പങ്കെടുത്തിരുന്നില്ല. തുടർന്നാണ് തൊഴിലാളികളുടെ തൊഴിലുറപ്പ് തൊഴിലുമായി സംബന്ധിച്ച മാസ്റ്റർ റോളിൽ നിന്ന് പേരുകൾ ഒഴിവാക്കിയതെന്നാണ് പരാതി. കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നതെന്ന് മുൻ പഞ്ചായത്ത് അംഗം PP ശ്രീകുമാർ ആരോപിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സംഭവത്തിൽ ഇടപെട്ടു. തൊഴിലാളികളോട് സംസാരിച്ചതിനു ശേഷം എല്ലാവരെയും മാസ്റ്റർ റോളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് തൊഴിലാളികൾ പിരിഞ്ഞുപോയത്. അതേസമയം ബുധനാഴ്ച പുതിയ തൊഴിലിനുള്ള ആവശ്യം നൽകിയിരുന്നതായി തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളിയാഴ്ച മുതൽ ഇവർക്ക് ജോലി തുടങ്ങാമായിരുന്നുവെന്നും ഇതറിയാതെയാണ് തൊഴിലാളികൾ വന്നതെന്നും AE വ്യക്തമാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കാഴ്ചവിരുന്നായി കീഴൂർ കാളിക്കാവ് പൂരം ആഘോഷിച്ചു. പേരുകേട്ട ഗജനിരയും വാദ്യാഘോഷങ്ങളും പകൽപൂരത്തിന് പൊലിമയേകി. അനങ്ങന്മലയുടെ താഴ്വാരത്ത് കാഴ്ചവിസ്മയം തീർത്താണ് കീഴൂർ കാളിക്കാവ് പൂരം ആഘോഷിച്ചത്. വൈകിട്ട് കീഴൂർ, മേലൂർ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ഗജവീരന്മാരുടെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയിൽ കാവിലേക്ക് എഴുന്നള്ളി. രണ്ടു ദേശങ്ങളിൽ നിന്നുമായി 25 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പ്രഗത്ഭർ നയിച്ച പഞ്ചവാദ്യവും പൂരത്തിന് മേളക്കൊഴുപ്പേകി. തുടർന്ന് വേലസംഗമത്തിനു ശേഷം എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങി.
ഇരട്ടത്തായ്മയും ഉണ്ടായി. പട്ടാമ്പി നഗരത്തിലെ ഡിവൈഡറുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. മേലെ പട്ടാമ്പി ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിന് മുന്നിലുമുള്ള ഡിവൈഡറുകളാണ് വാഹനങ്ങൾ ഇടിച്ച് തകർന്ന് അപകടകരമായി നിൽക്കുന്നത്. വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ഡിവൈഡറുകളാണ് ഇപ്പോൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപകടം ഉണ്ടാക്കാവുന്ന തരത്തിലാണ് മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ പാലക്കാട് റോഡിലുള്ള ഡിവൈഡറുകളുടെ അവസ്ഥ. ഫ്രെയിമുകളിൽ നിന്ന് തകരഷീറ്റുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇവ ദേഹത്തോ വാഹനത്തിലോ തട്ടിയാൽ അപകടം ഉറപ്പാണ്. കാറ്റത്ത് തകരഷീറ്റുകൾ ആടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഡിവൈഡറുകളിൽ സിഗ്നൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ചാണ് ഇവ തകർന്നത്. വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ബസ് യാർഡിനായി സ്ഥാപിച്ച ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിച്ച് പകുതിയിലേറെ തകർന്നു. ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് തൂൺ തകർന്നത് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. നമ്മുടെ പട്ടാമ്പിയിലെ ഡിവൈഡർ തകർന്നു കിടക്കുന്നു. ഒരാൾ വന്നിട്ട് തിരിഞ്ഞു നോക്കാനോ അത് നേരാക്കാനോ ഇതുവരെ ഇതിന് സംവിധാനം ചെയ്തിട്ടില്ല. വരുന്ന വണ്ടിക്കാരൊക്കെ അതിമ വരുതി പോയിട്ട് വണ്ടികൾക്ക് കേടുപാട് സംഭവിക്കുന്നല്ലാതെ അതൊന്ന് മാറ്റിയിടാനൊന്നും ആരും വരുന്നില്ല. കാരണം ആ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം അതിലൊക്കെ ഒരാൾ ഒരു കുട്ടിയുടെ ആൾ ബൈക്കുമ്പോൾ മുഖം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പരിക്ക് സംഭവിക്കാനുള്ള ഭയങ്കര സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ വലിയ രീതിയിലൊരു ഡിവൈഡർ ഉണ്ടായിരുന്നു. ആ ഡിവൈഡർ വലിയ ഒരു കോൺക്രീറ്റിന്റെ കട്ടൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരുന്നു. ഒരു ബസ് വന്നിട്ട് ആ കോൺക്രീറ്റ് കട്ട ഇടിച്ച് തെറിപ്പിക്കുകയും അത് മുഖാന്തരം പിന്നെ പല വണ്ടികളും അതിനുമ വന്ന് ഇരിക്കുന്ന കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഡർ മാത്രം ഉണ്ടല്ലോ, അതിനൊരു സിഗ്നലില്ല. രാത്രി വരുന്ന വണ്ടിക്കാർക്ക് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട് എന്ന് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം വരുന്ന വണ്ടികളൊക്കെ അതിമ ഇടിക്കുക, അത് ഇടിച്ചിട്ട് വണ്ടിക്ക് തകരാറ് സംഭവിക്കാന്നല്ലാതെ അത് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതിനൊരു വേറൊരു സംവിധാനം കാണാനോ ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ താഴേക്കോട്ടെ നിർധന കുടുംബത്തിന് നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകി. അജിഫാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. മതരാഷ്ട്രീയ സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. താഴേക്കോട് വെള്ളപ്പാറയിലെ നിർധനനായ വയോധികന്റെ കുടുംബത്തിന്റെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. അജിഫാൻ ഗ്രൂപ്പിന്റെ ബിസിനസ് ലാഭവിഹിതത്തിൽ നിന്നും ഏറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത്. അങ്ങനെയാണ് അജിഫാൻ ഗ്രൂപ്പ് MD ഡോക്ടർ മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകുന്ന നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് താഴേക്കോട് വെള്ളപ്പാറയിലെ വയോധികന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. പൊന്നേത്ത് അബ്ദുൽ ഖാദർ ഹാജി നൽകിയ സ്ഥലത്താണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വീടിന്റെ ഗൃഹപ്രവേശനം കഴിഞ്ഞ ദിവസം നടന്നു. സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും പാവപ്പെട്ടവന്റെ അവകാശമാണ് ചെയ്തു കൊടുക്കുന്നതെന്നും ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കോട്ടിൽ പറഞ്ഞു. ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ സക്കാത്തിൻ്റെ ഫണ്ടാണ്. പാവപ്പെട്ടവൻ്റെ അവകാശമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഈ സക്കാത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ചാരിറ്റി നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രാമത്തെ വീടാണ് നമ്മൾ? അത് പറയാൻ പറ്റില്ല. ഞാൻ 86 മുതൽ തുടങ്ങിയത്. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ മീഡിയക്കാരൊക്കെ അറിയുന്നത്. ഇതിനു മുമ്പ് ആർക്കും പറയലില്ല, ആരും അറിയിക്കലില്ല. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച എടക്കരയിൽ 5 വീട് താമസം തുടങ്ങി. ഒരു 25 വീടിൻ്റെ പണി ടോട്ടൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം 40 വീടാണ് ഈ വർഷത്തെ ടാർഗറ്റ്. എല്ലാ ദുരിതങ്ങളും സഹിച്ചുള്ള ജീവിതത്തിനിടയിലാണ് വീട് ലഭിച്ചത്. മുഹമ്മദ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വയോധികന്റെ വാക്കുകൾ. വളരെ സന്തോഷമായി. കാരണം നമ്മുടെ കുറേ കൊതികെട്ടാണ്, ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ടില്ലാത്ത ഒരു വീഡിയോ നമുക്ക് തങ്ങാക്കി തന്നെ വലിയ റാഹത്ത് തന്നെ. അള്ളാഹു തൗഫീഖ് ആഫിയത്തിന് പ്രകാശം നൽകട്ടെ. വീടിന്റെ താക്കോൽദാന ചടങ്ങ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ ഉദ്ഘാടനം ചെയ്തു.
എത്ര വലിയ കോടീശ്വരനായാലും മരിച്ചാൽ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ചെയ്യേണ്ട കർമ്മങ്ങളാണ് നിറവേറ്റിപ്പോരുന്നത്. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് ഡോക്ടർ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ പറഞ്ഞു. എത്ര വലിയ കോടീശ്വരനായാലും 3 കഷ്ണം തുണിയും കൊണ്ടാണ് നമ്മൾ യാത്ര. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകും. പിന്നെ ഇസ്ലാമിലെ 5 കാര്യം പ്രവർത്തിക്കലും 6 കാര്യം വിശ്വാസമാണ്. അതിൻ്റെ 3ാമത്തെ കാര്യമാണ് സക്കാത്ത്. ഈ സക്കാത്ത് കറക്റ്റ് കൊടുക്കണം. ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ സക്കാത്താണ്. ഞാൻ 83 മുതൽ എൻ്റെ സക്കാത്ത് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. ആ സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഇത്രയും വലിയ വളർച്ചയിലെത്തിയത്. പാവപ്പെട്ടവൻ്റെ കണ്ണീര് എത്ര കണ്ട് നമുക്ക് ഒപ്പാൻ പറ്റും, ആ കണ്ണീര് തുടക്കാൻ പറ്റും, അതാണ് നമ്മളെ സന്തോഷം. പല കർമ്മങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിൽ കിട്ടുന്ന സന്തോഷത്തിൻ്റെ അത്ര വേറെ ഒരു കാര്യത്തിലും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പൊന്നേത്ത്, മുസ്തഫ വാഴത്തൊടി, ഷീല താഴെത്തൊടി, മാരാമ്പറ്റക്കുന്ന് മഹൽ ഖത്തീബ്, MT അബ്ദുൽ സലാം ഫൈസി, നെയ്യപ്പാടൻ അബ്ബാസ്, നാലകത്ത് നാസർ, സാമൂഹ്യ പ്രവർത്തക നർഗിസ് ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയെ താഴേക്കോട് വെള്ളപ്പാറ പൗരാവലി ചടങ്ങിൽ ആദരിച്ചു. വീടിന് സ്ഥലം നൽകിയ പൊന്നേത്ത് അബ്ദുൽ ഖാദർ ഹാജി, സാമൂഹ്യ പ്രവർത്തക നർഗിസ് ബീഗം എന്നിവരെയും ആദരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനിടയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ നേതാക്കളോടൊപ്പം വെള്ളപ്പാറയിലെത്തി. മുൻ MLA V ശശികുമാറും സ്നേഹാശംസകൾ നേരാനെത്തി. വന്നവർക്കെല്ലാം ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു. നഗരസൗന്ദര്യവൽക്കരണ പദ്ധതിക്കായി പെരിന്തൽമണ്ണ നഗരത്തിലെ തൊണ്ടി വാഹനങ്ങൾ മാറ്റി തുടങ്ങി. വിവിധ കേസുകളിൽ പിടികൂടി തുരുമ്പെടുത്ത് നശിക്കുന്ന വാഹനങ്ങൾ നീക്കി ഈ സ്ഥലത്ത് നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടം നിർമ്മിക്കാനാണ് നഗരസഭയുടെ പദ്ധതി. പെരിന്തൽമണ്ണ നഗരത്തിൽ മണ്ണാർക്കാട് പട്ടാമ്പി റോഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി തൊണ്ടി വാഹനങ്ങൾ നിറഞ്ഞ് കാടുമൂടി കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ, സബ് ജയിൽ, കോടതി സമുച്ചയം, എക്സൈസ് ഓഫീസ്, പഴയ ട്രഷറി തുടങ്ങിയ കെട്ടിടങ്ങളുടെ പരിസരങ്ങളിലാണ് പഴകി ദ്രവിച്ചതും തുരുമ്പെടുത്തതുമായ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ഈ വാഹനങ്ങൾ നീക്കം ചെയ്തും ഇവിടെ മനോഹരമായ ഉദ്യാനം ഒരുക്കാനാണ് നഗരസഭയുടെ പദ്ധതി. ഇവിടുത്തെ തൊണ്ടി വാഹനങ്ങൾ വ്യാഴാഴ്ച മാറ്റി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ്, റവന്യൂ അധികൃതരുമായി നഗരസഭ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. തുരുമ്പെടുത്ത് നശിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്ത് പൂന്തോട്ടം ഒരുക്കുന്നതോടൊപ്പം ഓപ്പൺ ജിം അടക്കമുള്ള സൗകര്യങ്ങൾ സജ്ജീകരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. വില്ലേജ് ഓഫീസർക്ക് യാത്രയയപ്പ് നൽകി നാട്ടുകാർ. ഡെപ്യൂട്ടി തഹസിൽദാറായി പോകുന്ന മണ്ണാർക്കാട് പയ്യനേടം വില്ലേജ് ഓഫീസർ ജെസിമോൾ ജേക്കബിനാണ് പയ്യനേടത്തുകാർ ഹൃദയത്തിൽ തൊട്ട് യാത്രയയപ്പ് നൽകിയത്. വിവിധ ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ എത്തുന്നവരുടെ മടക്കി അയക്കാതെ ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർ പോകുന്നതിലെ പ്രയാസം യാത്രയയപ്പിന് എത്തിയവർ പങ്കുവച്ചു. ഒരു വില്ലേജ് ഓഫീസർ എങ്ങനെ വേണമെന്നാണ് ജെസിമോൾ പയ്യനെടുത്തുകാരെ പരിചയപ്പെടുത്തിയത്. കുറഞ്ഞ കാലം കൊണ്ടാണ് ഇവർ പയ്യനെടുത്തുകാരുടെ മനസ്സിൽ ഇടം നേടിയത്. യാത്രയയപ്പ് ചടങ്ങിൽ KPS പയ്യനേടം പൊന്നാട അണിയിച്ചു. ഒരു വലിയ രാഷ്ട്രീയത്തോടോ ഒന്നും വിരോധമുള്ള ആളല്ല ജെസി കുടുംബവും. അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും തൻ്റെ മുമ്പിൽ വരുന്ന ഒരാളെ കാര്യം നടത്തി കൊടുക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ വിളിച്ചു പറയണമെന്നോ ഏതെങ്കിലും ജനപ്രതിനിധി വിളിച്ചു പറയണമെന്നോ ജെസ്സി ചിന്തിക്കുകയേയില്ല. ഇനി അഥവാ അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നതുകൊണ്ട് തൻ്റെ മുമ്പിലെത്തുന്ന ആളുടെ കാര്യങ്ങൾ നിയമാനുസൃതമല്ലാതെ ജെസ്സി ചെയ്യുകയുമില്ല. ഇത് വളരെ കൃത്യം. അതുകൊണ്ടാണ് കറകളഞ്ഞ ഒരു സർവീസ് ജീവിതമാണ് ജെസ്സി ഇതുവരെ പിന്നിട്ടത്. തീർച്ചയായിട്ടും ഇനിയുള്ള അവരുടെ കാലവും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ അവരെയും കുടുംബത്തെയും അടുത്തറിയാവുന്ന ഒരാളെനിക്ക് എനിക്ക് യാതൊരു സംശയം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വാറോഡൻ, A കുമാരൻ, രവി വെള്ളാരംകോട്ടിൽ, AP ജനാർദ്ദനൻ, VP അൻവർ, അബ്ബാസ് ആമ്പാടത്ത്, മെട്രോ മുഹമ്മദ് അലി, രാമകൃഷ്ണൻ ആലിക്കൽ, മുരളി നന്ദനം എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വെളിനേഴി GLP സ്കൂളിന്റെ പഠനോത്സവവും ഇംഗ്ലീഷ് മേളയായ സിൻഡില്ല 2024 വർണ്ണാഭമായി സംഘടിപ്പിച്ചു.
വെള്ളിനേഴി സെന്ററിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റേജിലാണ് പരിപാടികൾ അരങ്ങേറിയത്. പ്രീ പ്രൈമറി തലം മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയ പരിപാടിയിൽ ഇംഗ്ലീഷ്, മലയാളം നാടകങ്ങൾ, സ്കിറ്റുകൾ, പാട്ടുകൾ, നൃത്താവിഷ്കാരങ്ങൾ, റോൾ പ്ലേ തുടങ്ങിയവ അരങ്ങേറി. സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡുവും ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. എന്ത് പറ്റി കൂട്ടനെ? എന്ത് ഉപ്പിന് നികുതിയോ? തനതായ ആ ഭാഷയിൽ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അവരുടെ ഡയറി. ആ ഡയറി കുറിപ്പുകളുടെ സമാഹാരമായിട്ടുള്ള നിനവും നനവും 2024 പ്രകാശന ചടങ്ങും കൂടി ഈ വേദിയിൽ നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഡയറി കുറിപ്പുകളുടെ സമാഹാരമായ നിനവും നനവും പ്രകാശനം BRC ട്രെയിനർ ശിവശങ്കരൻ മാസ്റ്റർ നിർവഹിച്ചു. ഒരു സദസ്സിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നാടിൻ്റെ വീടായ വെള്ളിനേഴി ഗവൺമെൻറ് LP സ്കൂള് ഇതിനകം തന്നെ കേരളത്തിനകത്ത് വലിയ പ്രശസ്തിയും പേരുമാണ് നേടിയിട്ടുള്ളത്. മലയാളം മീഡിയത്തിലൂടെ അധ്യയനം നടത്തുമ്പോൾ തന്നെ ഇംഗ്ലീഷിന് വളരെ പരമപ്രധാനമായ പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് ഈ വിദ്യാലയം വാർത്തെടുക്കുന്നത്. കുട്ടികളുടെ മികവിൻ്റെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. പ്രധാന അധ്യാപിക സുജാത കെ, മുൻ റിട്ടയർഡ് അധ്യാപകൻ വി രാമൻകുട്ടി, PTA പ്രസിഡന്റ് നാരായണൻകുട്ടി C, CRCC രാജേഷ് A, ശിവപ്രസാദ്, രക്ഷിതാവ് സുധാ P, അധ്യാപിക രൂപശ്രീ CC എന്നിവർ സംസാരിച്ചു. ലക്കിടി AJB സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാനേജർ അലി അക്ബറും സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം K ഫൈസലും ചേർന്ന് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക KS ഇന്ദുവിന് കിറ്റുകൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലക്കിടി AJB സ്കൂളിലെ കുട്ടികൾക്കാണ് പുണ്യ റംസാൻ മാസത്തോടനുബന്ധിച്ച് മാനേജർ അലി അക്ബറും സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം K ഫൈസലും ചേർന്ന് ഭക്ഷ്യദാന കിറ്റുകൾ നൽകിയത്. മാനേജർ അലി അക്ബർ സ്കൂൾ പ്രധാനാധ്യാപിക KS ഇന്ദുവിന് കിറ്റുകൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യദാന കിറ്റുകൾ അധ്യാപകർ മുഴുവൻ കുട്ടികളുടെയും വീട്ടിലെത്തിച്ചു നൽകി. ഏകദേശം 40,000 രൂപയുടെ കിറ്റുകളാണ് വിതരണം ചെയ്തത്. വരും വർഷങ്ങളിലും എല്ലാ കുട്ടികൾക്കും നൽകാൻ ശ്രമിക്കുമെന്ന് മാനേജർ പറഞ്ഞു. SNDP അമ്പലപ്പാറ കടമ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രൻ അനുസ്മരണം നടത്തി.
മേലേതിൽ ശ്രീനിവാസൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയിൽ രാഘവൻ അധ്യക്ഷനായി. സെക്രട്ടറി പി മോഹനകുമാരി, മറ്റ് പ്രവർത്തകരും മൈക്രോ അംഗങ്ങളും അനുഭാവികളും സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ഇതാ പുതിയൊരു ഫാഷൻ ഡെസ്റ്റിനേഷൻ. വസ്ത്രവ്യാപാര രംഗത്ത് അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി മദീന സിൽക്സ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് മങ്കടയിലെ അരനൂറ്റാണ്ടുകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മദീനയുടെ പുതിയ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിച്ചു. കോഴിക്കോട് റോഡിലെ വ്യാപാര ഭവന് സമീപം BKM കോംപ്ലക്സിൽ ഫാഷൻ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുമായി മദീന സിൽക്സ് ഒരുങ്ങി. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ മദീന സിൽക്സ് ഉദ്ഘാടനം ചെയ്തു. വർഷമായി മങ്കടയിലെ വസ്ത്രവ്യാപാര രംഗത്ത് വളരെ വിജയകരമായി മുന്നോട്ട് പോയ സ്ഥാപനമാണ് മദീന. ഇന്ന് പെരിന്തൽമണ്ണയിൽ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ MLA അലി സാഹിബിനോടൊപ്പം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്താക്കൾക്ക് വളരെയധികം സംതൃപ്തിയും അവർക്ക് നല്ല സേവനം നൽകി ആത്മാർത്ഥമായി ഇടപെട്ടു പോരുന്ന ഒരു വസ്ത്രവ്യാപാര കേന്ദ്രമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബും അദ്ദേഹത്തിൻ്റെ മക്കളും കൂടി ഇന്ന് പുതിയ ഭാവത്തിനും രൂപത്തിലും ഇതിനെ ഇന്ന് ഈ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. മഞ്ഞളാംകുഴി അലി MLA, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി തുടങ്ങിയവരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെയും വ്യാപാര വ്യവസായ മേഖലയിലെയും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മൂന്ന് നിലകളിലായി വസ്ത്രങ്ങളുടെ വ്യത്യസ്ത ശേഖരവുമായാണ് മദീന സിൽക്സ് സംവിധാനിച്ചിരിക്കുന്നത്. കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, സ്ത്രീകൾ എന്നിവർക്കെല്ലാം വേണ്ട എല്ലാ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് മദീന സിൽക്സ്. വെസ്റ്റേൺ മോഡേൺ വെയറുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള വസ്ത്രശേഖരമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഉടമകളായ കുഞ്ഞാലിക്കുട്ടി എന്ന മദീന വാപ്പു, ഫസൽ, നൌഷാദ്, സലീം എന്നിവർ പറഞ്ഞു. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ഫാഷൻ സിറ്റിയാണ്. അപ്പോൾ പെരിന്തൽമണ്ണക്കനുസരിച്ചുള്ള ടീനേജിനും ലേഡീസിനും ജെൻസിനും ഒക്കെയുള്ള പ്രത്യേകിച്ച് ഞങ്ങൾ ഇമ്പോർട്ടഡ് വെസ്റ്റേൺ ഡ്രസ്സുകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സുകളൊക്കെ നല്ല കളക്ഷൻ പെരിന്തൽമണ്ണയിൽ നമ്മുടെ പുതിയ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. 50 വർഷമായിട്ട് മങ്കടയിൽ നമ്മൾ ടെക്സ്റ്റൈൽസ് നടത്തുന്നതാണ്. പെരിന്തൽമണ്ണയിലേക്ക് ഞങ്ങൾ 49 വർഷത്തിന് ശേഷമാണ് പെരിന്തൽമണ്ണയിൽ നമ്മൾ പുതിയ സ്റ്റോർ ആലോചിച്ചത്. എന്തായാലും പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ ഞങ്ങൾ നെഞ്ചേറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മങ്കടയിൽ ഞങ്ങൾ 50 വർഷമായിട്ട് ഞങ്ങളുടെ പിതാവിൻ്റെ ഉപ്പയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് വലിയ സപ്പോർട്ടാണ് മങ്കടയിലെ ജനങ്ങൾ തന്നത്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ജനങ്ങളും വലിയ പിന്തുണയും, അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ജനങ്ങൾ ഞങ്ങൾ മദീനയെ നെഞ്ചേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പ്രധാന വാർത്തകൾ വീണ്ടും. ലാവ്ലിൻ കേസുള്ളിടത്തോളം BJPക്കും RSSനും എതിരെ ശബ്ദിക്കാൻ CPMന് കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. കേരളത്തെ ബാധിക്കാത്ത NRCയുടെ പേരിൽ അനാവശ്യ ഭീതി സൃഷ്ടിക്കാനാണ് CPMും DYFIയും ശ്രമിക്കുന്നതെന്നും മരക്കാർ മാരായമംഗലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇലക്ഷൻ സ്ക്വാഡുകളുടെ പരിശോധന തുടങ്ങി. പട്ടാമ്പി മണ്ഡലത്തിൽ 5 ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന. മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി പിരിവിൽ വ്യാപക പ്രതിഷേധം. കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ ഡിമാൻഡ് നോട്ടീസ് ചട്ടവിരുദ്ധമാണെന്നും അടച്ച നികുതി തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് കെട്ടിട ഉടമകൾ നഗരസഭയ്ക്ക് അപ്പീൽ നൽകി. കാഴ്ചവിരുന്നായി കീഴൂർ കാളിക്കാവ് പൂരം. ഇരുദേശങ്ങളിൽ നിന്നായി 24ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടെ എത്തിയ പകൽപൂരം കാഴ്ചവട്ടങ്ങളുടെ വിസ്മയ കാഴ്ചയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.